ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പെസഹ കാലത്തിലെ 3-ാം ഞായർ. പെസഹ കാലത്തിലെ 1-ാം ഞായർ ഈസ്റ്റർ ആയിരുന്നു. അന്ന് ഈശോയുടെ ഉത്ഥാനം നമ്മൾ കൊണ്ടാടി. എന്നിട്ട് 2-ാം ഞായർ ദിവ്യകരുണയുടെ ഞായറായിരുന്നു. അന്ന് കർത്താവ് ഉത്ഥിതനായ ഈശോ കരുണയുടെ തന്നെ ഉറവിടമാണ്, കരുണയുടെ തന്നെ ഏറ്റവും വെളിപ്പെടുത്തലാണ് എന്ന് വെളിവാക്കപ്പെട്ടു. ഫൊസ്റ്റീനാമ്മയ്ക്ക് ഈശോ എടുത്ത പ്രത്യേകമായിട്ടുള്ള ആ ദർശനത്തിലൂടെയാണ് ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജീവജലവും ജീവരക്തവും അത് രശ്മികളായി, ഉത്ഥിതനായ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന രശ്മികളായി അത് ദിവ്യകരുണ നമ്മിലേക്ക് നിറയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ 3-ാമത്തെ ഞായറാഴ്ച നമ്മൾ പറയുന്നത് ദിവ്യ കാരുണ്യത്തിൻ്റെ ദിവസം എന്നാണ്. ദിവ്യകാരുണ്യത്തിൻ്റെ സൺഡേ. കാരണം ഇന്നത്തെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത് ഉത്ഥിതനായ ഈശോയെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ കുർബാനയുടെ പശ്ചാത്തലത്തിൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഉത്ഥിതനെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്ന വിവിധ അവസരങ്ങളുണ്ട്. നമ്മുടെ ഓരോ കൂദാശയും ഒരു വിധത്തിൽ ഉത്ഥിതനെ കണ്ടുമുട്ടുന്ന അനുഭവമാണ്. ജ്ഞാനസ്നാനത്തിൽ ഈശോടൊത്ത് മരിച്ചുയർക്കുന്ന ഒരു അനുഭവം. സ്ഥൈര്യലേപനത്തിലൂടെ ഉത്ഥിതനെ ഉയിർപ്പിച്ച ആത്മാവിനാൽ നമ്മൾ നിറയപ്പെടുന്ന അനുഭവം. ദിവ്യ കുർബാനയിലൂടെ ഉത്ഥിതനെ കണ്ടുമുട്ടി അവിടുത്തെ ശരീരവും രക്തവും ഉൾക്കൊള്ളുന്ന അവിടുത്തെ വചനം ശ്രവിച്ച് അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് അവിടുന്നാൽ നിറയപ്പെടുന്ന അനുഭവം. നമ്മൾ കുംഭസാരം നമുക്കറിയാം, ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത വരമാണ് പാപങ്ങൾ മോചിക്കുവാനുള്ള വരം. ഉത്ഥിതനായ ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അതവരോട് മോചിക്കപ്പെട്ടിരിക്കും. രോഗീ ലേപന കൂദാശ നമുക്കറിയാം. ഈശോനാഥൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ തന്നെ അനേകം രോഗികളെ സുഖപ്പെടുത്തി, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെട്ടവരെല്ലാം സുഖപ്പെടുത്തിയെന്ന് പറയുക. ഉത്ഥിതനായ ഈശോയിൽ നിന്നാണ് ആ ശക്തി പ്രത്യേകമായിട്ട് നമ്മൾ അനുഭവിക്കുക. അതേപോലെ വിവാഹം എന്നുള്ള കൂദാശയിലാണെങ്കിൽ ഉത്ഥിതനായ ഈശോ 2 പേരെ, പ്രിയപ്പെട്ടവരെ, തൻ്റെ സ്നേഹത്താൽ നിറച്ച് ഒന്നിപ്പിച്ച് പുതിയ കുടുംബത്തിന് ആരംഭമിടുക. അത് അവരുടെ 2 പേരുടെയും ജീവിതത്തിലെ ഉത്ഥാനത്തിൻ്റെ അനുഭവമാണ്. ഒരു വിധത്തിൽ വിവാഹം എന്നുള്ള കൂദാശയിൽ ഒരു സ്ത്രീ പുരുഷനിൽ ഉത്ഥിതനെ കണ്ടുമുട്ടുക, ഒരു പുരുഷൻ സ്ത്രീയിൽ ഉത്ഥിതനെ കണ്ടുമുട്ടുക. ഇവൾ എനിക്ക് ദൈവം തന്ന ദാനമാണ്, ഇവളിലൂടെ ഞാൻ ഉത്ഥാനം അനുഭവിക്കുന്നു എന്ന ഒരു അനുഭവം. അതേപോലെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തിരുപ്പട്ടം എന്ന് പറഞ്ഞാൽ ഉത്ഥാനത്തിൻ്റെ അനുഭവമേകാൻ വേണ്ടി പ്രത്യേകമായിട്ട് കർത്താവ് നമ്മളെ നിയമിച്ചാക്കുന്ന അനുഭവമാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ ഓരോ കൂദാശകൾ മാത്രമല്ല, ബൈബിള് തന്നെ പ്രിയപ്പെട്ടവരെ, ബൈബിള് ഇത് ഉത്ഥിതൻ്റെ വാക്കുകളാണ്. ഉത്ഥിതൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ് കർത്താവിൻ്റെ വചനം എന്നല്ല പറയുക. അതാണ് എല്ലാം സൃഷ്ടിച്ചത്, മരിച്ചവരെ പോലും ഉയർപ്പിച്ചത്, അതാണ് രോഗികളെയൊക്കെ സുഖപ്പെടുത്തുക. ആ വചനം, ആ വചനത്തിലൂടെയാണ് നമ്മൾ ഉത്ഥിതനെ പ്രത്യേകമായിട്ട് കണ്ടുമുട്ടുക. അതുപോലെ കൂട്ടായ്മയിലൂടെ നമ്മൾ ഉത്ഥിതനെ കണ്ടുമുട്ടും. കൂട്ടായ്മയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ മധ്യയിൽ നമ്മൾ അറിയാതെ തന്നെ കർത്താവ് ഉൾച്ചേരുക, നമ്മുടെ കൂടെ അവിടെ നിന്ന് നടക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വായനകളിലേക്കൊക്കെ ഒന്ന് നോക്കുക പ്രിയപ്പെട്ടവരെ. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ നടത്തുന്ന പ്രസംഗമാണ്. അവിടെ ദാവീദിലൂടെ ദൈവം ഏകുന്ന ഉത്ഥിതനെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് നമ്മൾ അവിടെ പ്രത്യേകമായിട്ട് കണ്ടത്. അവനിലൂടെയാണ് നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടത് എന്ന് ഇന്നത്തെ 2-ാമത്തെ വായനയിൽ നമ്മൾ ശ്രമിച്ചു. നമ്മൾ ഇന്നത്തെ 3-ാമത്തെ വായന, അതായത് സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാം. നമുക്ക് ഓരോ കുർബാനയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഉത്ഥിതനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവമാണ്. ഉത്ഥിതനെ കണ്ടുമുട്ടുക, ഉത്ഥിതരായി മാറുക,
എന്നിട്ട് ഉത്ഥിതനെ പ്രഘോഷിക്കുന്നവരായി, ഉത്ഥിതൻ്റെ സാക്ഷികളായി നമ്മൾ ജീവിക്കുക. അതാണ് ദിവ്യ കുർബാനയിലെ ഓരോ അനുഭവം. അപ്പോൾ ഇന്നത്തെ സുവിശേഷം നമുക്ക് വെളിവാക്കുന്നത് അത് തന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഭവനത്തിൽ നിന്ന് ദേവാലയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ, ദിവ്യ കുർബാനയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയാതെ തന്നെ കർത്താവ് നമ്മളോട് കൂടെ നടക്കുക. നമ്മൾ അറിയാതെ തന്നെ നമ്മോടുകൂടെ നടക്കുക. നമുക്ക് പലപ്പോഴും തർക്കങ്ങളുണ്ട്, സംശയങ്ങളുണ്ട്, നിരാശകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, തർക്കങ്ങളുണ്ട്. കർത്താവുണ്ടല്ലോ ഇതെല്ലാം ഒരു വിധത്തിൽ അറിയുന്നവനാണ്. എന്നാൽ കർത്താവിനോട് നമ്മളതെല്ലാം ഒന്ന് പറയണം. കർത്താവിനോട് നമ്മളൊന്ന് ഒരു നല്ലൊരു കൗൺസിലിംഗ് സിറ്റുവേഷനാണ്. അവരറിയാതെ തന്നെ കർത്താവ് അവരോട് ചേർന്ന് നടന്ന് നീങ്ങിയിട്ട് അവരെ ശ്രവിക്കുക. ഇപ്പോൾ ഒരു മുതൽ നമ്മൾ ദേവാലയത്തിൽ എത്തുമ്പോഴേക്കും ഉണ്ടല്ലോ, നമ്മൾ കർത്താവിനോട് പറയാനുള്ളതൊക്കെ ഇന്ന് പറഞ്ഞു കഴിയുക. പള്ളിയിൽ വന്നു കഴിഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും, നമ്മുടെ കുർബാനയ്ക്ക് ഒരുക്കമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും, പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഭവം കർത്താവിൻ്റെ സാന്നിധ്യം ബോധപ്പെടുക. കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം നമ്മൾ അറിയാതെ പോലും നമ്മുടെ കൂടെ കർത്താവ്. എന്നിട്ട് നമ്മൾ കുർബാന ആരംഭിക്കുമ്പോഴോ, പ്രിയപ്പെട്ടവരെ, കുർബാനയിൽ പ്രധാനമായി 2 ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് വചന ശുശ്രൂഷയാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് കൂദാശ ശുശ്രൂഷയാണ്, അല്ലെ അപ്പത്തിൻ്റെ ശുശ്രൂഷയാണ്. ഈ ഒന്നാം ഭാഗത്ത്, പ്രിയപ്പെട്ടവരെ, ഒന്നാം ഭാഗത്തിലൂടെ മുന്നേറുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഹൃദയം ജ്വലിക്കുകയായിരുന്നില്ലേ എന്നൊരു ബോധമാണ്, ഒരനുഭവം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകുന്നത് ദിവ്യ കുർബാനയിൽ. കാരണം ബൈബിൾ ഭാഗങ്ങൾ ഇങ്ങനെ വായിക്കപ്പെടുമ്പോൾ, വായിച്ച് അതിൻ്റെ വ്യാഖ്യാനം വരുമ്പോൾ എന്താ സംഭവിക്കുക? അന്ന് ഈശോ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ചെയ്തു തന്നെ. അതായത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവനും അവനിലായിരുന്നു, എന്നാൽ അവരവനെ കൊന്നു. അപ്പോൾ ഒരു വിധത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരെ പോലെയാണ് അവർ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നത്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവരെ പോലെ. അവിടെ കർത്താവ് എന്താ പറഞ്ഞതെന്നറിയാവോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഭോഷന്മാരാണ്. പ്രവാചകന്മാർ പറഞ്ഞത് നന്നായി ഗ്രഹിക്കുവാൻ കഴിവില്ലാത്തവരാണ് നിങ്ങൾ. എന്താ കാരണമെന്നറിയാവോ? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെയെല്ലാം, നിങ്ങളുടെ ജീവിതത്തിലെ സംഭവങ്ങളെയെല്ലാം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കാനായിട്ട് തയ്യാറാവുക. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതെല്ലാം ഒന്ന് ഗ്രഹിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് വിവേചിച്ചറിയാൻ തയ്യാറാവുക. ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മൾ അതിൽ ദർശിക്കുക. ആ രീതിയിൽ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിത അനുഭവങ്ങളെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമ്പോഴോ, ഇതുവരെ നമ്മുടെ പ്രതീക്ഷ എടുത്തു കളഞ്ഞത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് കാരണമായി തീരുക. നമ്മുടെ പ്രതീക്ഷയെ സാക്ഷാത്കരിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ വരിക. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുക, ഈ ലോക ചിന്താഗതിയിൽ പലപ്പോഴും കുടുങ്ങിപ്പോകുക. പക്ഷേ അതിനെ ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുവാൻ തയ്യാറാകുമ്പോൾ, മനസ്സിലാക്കാൻ നമ്മൾ ശ്രദ്ധ വയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടെ എല്ലാത്തിലും, സഹനത്തിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവത്തിൻ്റെ ഇഷ്ടം ഗ്രഹിക്കാൻ പറ്റും. ദൈവത്തിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ പറ്റും. അവിടെ യേശുക്രിസ്തുവിനെ അവർ കൊന്നു, പക്ഷേ ഈശോയെ കർത്താവ് ഉയർപ്പിച്ചു. ആ കർത്താവിനെ ഉയർത്ത ഈശോ, ആ ഈശോയാണ് പ്രിയപ്പെട്ടവരെ വചന ശുശ്രൂഷയിലൂടെ അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവർ ഗ്രാമത്തോടടുത്തു, എമ്മാവുസിലേക്ക് അടുത്തു. അപ്പോൾ അവരെന്താ പറഞ്ഞത്? കർത്താവ് അവരെ പാസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, കടന്നു പോകുന്ന പോലെ ഭാവിച്ചു. അപ്പോഴവർ പറഞ്ഞു, കർത്താവേ, കർത്താവേ, നീ ഞങ്ങളോടുകൂടെ വസിക്കണമേ, ഞങ്ങളുടെ ഈ ഭവനത്തിലേക്ക് നീ കടന്നു വരണമേ. നമ്മുടെ കുർബാനയിലെ പ്രിയപ്പെട്ടവരെ, അപ്പത്തിൻ്റെ ശുശ്രൂഷയിൽ, കൂദാശ ശുശ്രൂഷയിൽ നമ്മൾ ചെയ്യുന്നത് അതാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. കാനൻ
പ്രാർത്ഥനയിൽ, ദിവ്യകുർബാനയിലെ കാനൻ പ്രാർത്ഥനയിൽ ഒരു വിധത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമുണ്ട്, പുത്രനായ ദൈവം കടന്നു വരുന്ന നിമിഷമുണ്ട്, പിതാവായ ദൈവം നമ്മുടെ ബലി സ്വീകരിക്കുവാൻ കടന്നു വരുന്ന നിമിഷമുണ്ട്. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കൂദാശ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പം അവിടെ ഈശോ നമ്മളോടൊത്ത് ആയിരിക്കുക. എന്നിട്ട് അവിടുന്ന് ചെയ്ത 4 കാര്യങ്ങൾ ഇന്നത്തെ സുവിശേഷം പറയുന്നുണ്ട്. ഈ നമ്മുടെ കുർബാനയിലെ കൂദാശ ശുശ്രൂഷയിലെ 4 കാര്യങ്ങളാണ്. അവൻ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തു. നമ്മുടെ ദിവ്യ കുർബാനയിൽ കാഴ്ചവെപ്പ് സമയത്ത് അപ്പം എടുക്കപ്പെടുക, കൂദാശ സമയത്തോ അത് വാഴ്ത്തപ്പെടുക, അപ്പം മുറിക്കൽ സമയത്തോ അത് മുറിക്കപ്പെടുക, കുർബാന സ്വീകരണ സമയത്തോ അത് കൊടുക്കപ്പെടുക. അപ്പം ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യ കുർബാനയിൽ ഓരോ ഘട്ടത്തെയും പ്രത്യേകമായിട്ട് എടുത്ത് കാണിച്ചുകൊണ്ടാണ് ആ ദിവ്യ കുർബാന അനുഭവം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. കർത്താവിനാൽ നമ്മൾക്ക് എടുക്കപ്പെടണം, കർത്താവിനാൽ നമ്മൾ വാഴ്ത്തപ്പെടണം, കർത്താവിനാൽ നമ്മൾ മുറിക്കപ്പെടണം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ കർത്താവ് നമ്മളെ മുറിക്കുന്നു, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി നമ്മളെ മുറിക്കുന്നു എന്ന ഒരു ബോധത്തോടെ നമുക്കത് കാണാൻ പറ്റണം. എന്നിട്ട് കൊടുക്കണം. നമ്മളൊക്കെ കൊടുക്കപ്പെട്ടവരായി, ദൈവത്താൽ കൊടുക്കപ്പെട്ടവരായി, ദൈവത്തിൻ്റെ ദാനമായി ജീവിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അവിടെ കർത്താവ് ഭവനത്തിലേക്ക് കടന്നു വന്ന് ഒരു വൈദികൻ ദിവ്യകുർബാനയിൽ ചെയ്യുന്നത് പോലെ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ച് കൊടുത്തു. അവർ കർത്താവിനെ ഉൾക്കൊണ്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞു എന്ന് പറയാം. പക്ഷെ തിരിച്ചറിഞ്ഞപ്പോഴേക്കും കർത്താവ് അവരുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. ആ ദിവ്യ കൂദാശയിൽ കർത്താവ് സന്നിഹിതനാണ്. അപ്പത്തിലും വീഞ്ഞിലും കർത്താവ് സന്നിഹിതനാണ്. നമ്മൾ പ്രിയപ്പെട്ടവരെ അത് ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ ഉത്തിതനായ ഈശോയോട് ചേർന്ന് നടക്കുക മാത്രമല്ല, ഉത്തിതനായ ഈശോയുടെ സംഭാഷണം നടത്തുക മാത്രമല്ല, ഉത്തിതനായ ഈശോയെ ശ്രവിക്കുക മാത്രമല്ല, ഉത്തിതനായ ഈശോയെ നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക മാത്രമല്ല, അങ്ങനെ കർത്താവ് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദിവ്യ കുർബാനയിലെ 4 ഘട്ടങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 ഘട്ടങ്ങളുണ്ടല്ലോ ഈശോയുടെ പരസ്യ ജീവിതത്തെ ഓർമ്മപ്പെടുത്തുക. ജ്ഞാനസ്നാനത്തിൽ കർത്താവ് എടുക്കപ്പെട്ട്, താബോർ മലയിൽ അവിടെ നിന്ന് വാഴ്ത്തപ്പെട്ട്, കാൽവരി കുരിശിൽ അവിടെ നിന്ന് മുറിക്കപ്പെട്ട്, ഉത്ഥാനത്തിലൂടെയോ അവിടുന്ന് നൽകപ്പെട്ടു. ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതം മുഴുവനും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ആ ദിവ്യ കുർബാനയിലൂടെ ഉത്തിതിനെ ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ ക്ഷണിക്കപ്പെടുക. ഉത്തിതിനെ കണ്ടുമുട്ടുക, ഉത്തിതിനെ അനുഭവിക്കുക, ഉത്തിതിലൂടെ ഉത്തിതരാവുക. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ 2ാമത്തെ വായനയിലും 1ാമത്തെ വായനയിലും വായിച്ചു കേട്ടത്. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, അവരെന്താ ചെയ്തത്? ആ രാത്രിയിൽ തന്നെ അവർ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. എന്തിനാ? ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ വേണ്ടി കർത്താവിന് സാക്ഷ്യം വഹിക്കുക. നമ്മുടെ ദിവ്യകുർബാനയുടെ സമാപനത്തിൽ ദിവ്യപൂജ സമാപിച്ചു, നിങ്ങൾ പോകുവിൻ എന്ന് പറഞ്ഞ് വൈദികൻ നമ്മളെ അയക്കുമ്പോൾ നമ്മൾ കർത്താവിനാൽ അയക്കപ്പെടുന്ന ഒരു അനുഭവമാണ്. കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അയക്കപ്പെടുക. നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, പെരുമാറ്റത്തിലൂടെ, ബന്ധത്തിലൂടെ എല്ലാം, എല്ലാ ശുശ്രൂഷകളിലൂടെ എല്ലാം ഉത്തിതിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ, ആ രീതിയിൽ മറ്റുള്ളവർക്ക് ഉത്ഥാനമേകി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുക. നമ്മൾ ഇന്ന് ഈ ദിവ്യകുർബാനയിൽ പങ്കുചേരുമ്പോൾ ഉത്തിതിനെ പ്രത്യേകമായി കണ്ടുമുട്ടുന്ന ഒരു അനുഭവമായി പ്രിയപ്പെട്ടവരെ നമുക്ക് അതിനെ സ്വീകരിക്കാം. നമ്മൾ അറിയാതെ തന്നെ കർത്താവ് നമ്മളോട് ചേർന്ന് നടക്കുക, അവിടുന്ന് നമ്മളോട് സംസാരിക്കുക, അവിടുന്ന് നമുക്ക് പറയാനുള്ളതെല്ലാം കേൾക്കുക നമ്മുടെ പ്രാർത്ഥനയിലൂടെ. അതുപോലെ ദൈവവചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കർത്താവിനെ ഭവനത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രിയപ്പെട്ടവരെ അവിടുത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ
അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കടന്നു വന്ന ഉത്ഥാനത്തിൻ്റെ ചൈതന്യത്താലും ശക്തിയാലും അനുഭവത്താലും നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കും. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിരന്തരം ഓരോ ദിവ്യ കുർബാനയിലൂടെയും ഉത്ഥിതനായ ഈശോയെ കണ്ടുമുട്ടി ഉത്ഥിതൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ഉത്ഥിതരായി ഉത്ഥാനമേകി ഉത്ഥിതന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ നമുക്കെല്ലാം തയ്യാറാകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.